വൃക്കരോഗം പിടിപെട്ട് മരണപ്പെട്ട നിസാറിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി ചികിത്സാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച വീടിന്റെ സമർപ്പണം നടത്തി. കമ്മിറ്റി ചെയർമാനും കാട്ടുപുറം പള്ളി ഖത്തീബുമായ NM ഷാജഹാൻ മൗലവി താക്കോൽ ദാനകർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ പങ്കാളികളായവർക്ക് സ്നേഹവിരുന്നുമൊരുക്കി. വൃക്കരോഗം പിടിപെട്ട് മരണപ്പെട്ട നിസാറിന്റെ കുടുംബത്തിന് തണലേകിക്കൊണ്ട് ചികിത്സാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച വീടിന്റെ സമർപ്പണം നടത്തി. കമ്മിറ്റി ചെയർമാനും കാട്ടുപുറം പള്ളി ഖത്തീബുമായ NM ഷാജഹാൻ മൗലവി താക്കോൽ ദാനവും രേഖകളുടെ സമർപ്പണം ജനറൽ കൺവീനർ SM മുഹിയുദ്ദീനും നിർവഹിച്ചു. പ്രിയ സഹോദരൻ നിസാറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അവസാനം വന്നു ഭവിച്ചത് ഈ രീതിയിലാണ്. ചടങ്ങിൽ പങ്കാളികളായവർക്കായി സ്നേഹവിരുന്നുമൊരുക്കി. ആദ്യം തന്നെ ഈ നാടിനെയും ഈ നാട്ടുകാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പുറമേ നിന്ന് വന്ന് ഇവിടെ ഈ അടുത്ത കാലം താമസമാക്കിയ ഒരു കുടുംബത്തെ ഈ നാട് കൈവിട്ടില്ല. കൺവീനർ സലീം താഹ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ചികിത്സാ സഹായധനം സമാഹരിക്കുന്നതിൽ പങ്കുവഹിച്ച ജീവകാരുണ്യ പ്രവർത്തകൻ PMA സലാമിനെ ട്രഷറർ CM നസീറും വീട് നിർമ്മാണ സമയബന്ധിതമായി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ അഭിലാഷിനെ കൺവീനർ PM സുബൈർ മാസ്റ്ററും മൊമെന്റോ നൽകി ആദരിച്ചു. മഹൽ പ്രസിഡന്റ് PA ഷംസുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK അനീസ്, ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ വളവത്ത്, വാർഡ് മെമ്പർ ആഗി ജോസ്, കൺവീനർ PM ഷാജിർ ഖാൻ, KP നടരാജൻ എന്നിവർ സംസാരിച്ചു. കേവലം നന്ദിയിൽ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമല്ല നമ്മളിവിടെ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനീറ ഹസൻ, ജനപ്രതിനിധികളായ അനിമോൾ അശോകൻ, PM ഷാനവാസ്, CE റാഹില, മുംതാസ് സുബൈർ, ഷാരി മനോജ്, ജീവകാരുണ്യ പ്രവർത്തകൻ അനസ് പാണാവള്ളി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.